വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. റയൽ മാഡ്രിഡ് ടു ഡോട്ട്മണ്ട് നീൽ അങ്ങനെ റെക്കോർഡ് എക്സ്റ്റെൻഡിങ് 15ാമത്തെ തവണ റയൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിച്ചില്ല. പഴയ ഡോട്ട്മണ്ട് തന്നെ. റയൽ ബീങ് റയൽ അത്ര മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ശോകമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ജോസലൈൻ ഉറക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു കളിയിലൊരു മാറ്റം വരുത്തും. അങ്ങനെ തന്നെ സംഭവിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ റയൽ ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ കളി കണ്ടത് ഒരു സ്ക്രീനിങ്ങിന് പോയിട്ടാണ്. അപ്പോൾ ഇന്നലെ കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ച് കളി കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെയാണ് പ്രീ മാച്ച് ടോക്ക്, നമ്മുടെ സോണി ലിവിലൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാം. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് അവർ പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞ ഒരു ചാമ്പ്യൻസ് ലീഗ് ബിഗ് നൈറ്റിന് മുമ്പ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, എംബാപ്പെ വന്നു കഴിഞ്ഞാൽ വിനീഷ്യസിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിനീഷ്യസ് എവിടെ കളിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ടീം അഞ്ചലോട്ടിയുടെ രീതികളൊക്കെ ആയിട്ട് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റർ പറയുന്ന കാര്യങ്ങളാണ്. ഈ ടീമിനകത്ത് ആകെ ബെല്ലിംഗം മാത്രമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാളുള്ളൂ. അതുപോലെ തന്നെ റൂഡിഗർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ താരങ്ങളിലും മുമ്പ് ചാമ്പ്യൻസ് ലീഗ് കളിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ നേടിയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് ഗെയിമിലേക്ക് വരാം. ഗെയിമിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഡോട്ട്മണ്ട് കിടിലൻ കളിയായിരുന്നു. ഒന്നും പറയാനില്ല. അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു, ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട്. പക്ഷേ അവർക്ക് എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ റയലിനെ ശരിക്കും വിറപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. നമുക്കറിയാം ബ്രാൻഡിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുപോലെ തന്നെ അദേമി ടച്ച് എടുത്തൊക്കെ പോയി ഗോൾ കീപ്പറിനൊക്കെ വെട്ടിച്ചാണ്, പക്ഷേ ഓൺ ടാർഗറ്റ് ഒരു ഷോട്ട് വയ്ക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ ഫുൾ ക്രക്കിൻ്റെ പറഞ്ഞ പോസ്റ്റുമൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആദ്യം ഓഫ് സൈഡാണെന്ന് പറയുന്നുണ്ടായിരുന്നു, പിന്നീട് അതിന് ശേഷം കമൻട്രിയിൽ ഓൺ സൈഡാന്നൊക്കെ ഉള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരെണ്ണം പോലും അകത്തേക്ക് കയറിയില്ല. അപ്പോൾ ഇൻ കേസ് അവരടിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരെണ്ണം അടിച്ചാൽ പോലും റയൽ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം വിനീഷ്യസ്, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ആ ഒറ്റൊരു പ്ലെയർ മതി ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട്. വിനീഷ്യസ് കോൺസ്റ്റൻ്റ്ലി വിനീഷ്യസിലേക്കാണ് ബോൾ എത്തിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടുള്ള ഈ പറയുന്ന പോലെ ത്രെറ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും വിനീഷ്യസ് കോൺസ്റ്റൻ്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് വിനീഷ്യസ് ഷോ ആയിരുന്നു. സ്കില്ലുകൾ, ട്രിക്കുകൾ, അതുപോലെ തന്നെ വിനീഷ്യസ് കൊടുത്ത ആ ഒരു സ്ലോ മോഷൻ കാണിച്ച ആ ഒരു സാധനമുണ്ട്, ബെല്ലിംഗാം മിസ്സാക്കിയത്. അത് ഒരു ആർട്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ സ്ലോയിൽ വന്നിട്ട് ബെല്ലിംഗാമിൻ്റെ തലയിൽ കൊള്ളാതെ പുറത്തേക്ക് പോകുന്നതും ആസ് എക്സ്പെക്റ്റഡ്. പുള്ളിക്കാരൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സ്ഥിരം ഫൈനലുകളിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നുമില്ല. അതുപോലെ തന്നെ ടോണി ക്രോസിൻ്റെ അസിസ്റ്റ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്മണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കളയുകയായിരുന്നു. ഇപ്പോൾ ഈ റോയ്സിനെ ഇറക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം അദേമി ശരിക്കും കാർവഹാലിനിട്ട് വട്ടം ഇറക്കിക്കൊണ്ടിരുന്നതാണ്. എന്ന് വെച്ചാൽ കാർവഹാൽ ഒരു 2 മീറ്റർ മുമ്പിൽ ഓടുന്നുണ്ട്, എന്നിട്ട് പോലും അദേമി ഫസ്റ്റ് ഹാഫിലൊക്കെ പറന്ന് വന്ന് ബോൾ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ പോലും ഒരു ത്രെറ്റായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരാളാണ് അദേമി. പക്ഷേ ആ ഒരു ത്രെറ്റാണ് റോയ്സിനെ കൊണ്ടുവന്ന് റയലിന് അനുകൂലമായിട്ട് ടെലിസിച്ച് ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഡോട്ട്മണ്ട് ഉണ്ടായിരുന്ന ഇൻറ്റൻസിറ്റിയും, അതുപോലെ തന്നെ അവർ മരിച്ചു കിടന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. അവർ ചലഞ്ചുകളൊക്കെ പക്കയായിരുന്നു. അതുപോലെ തന്നെ അവർ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്പ് പാസിംഗ് ആയിരുന്നു കേട്ടോ, അടിപൊളി. എന്ന് വെച്ചാൽ റയലിന് നല്ല രീതിയിൽ ഷീൽഡ് ചെയ്ത് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ അവർ നല്ല രീതിയിൽ ബോൾ ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു 60-70 മിനിറ്റ് ആയപ്പോഴേക്കും അവരുടെ എനർജി കംപ്ലീറ്റ്ലി പോയി. ആ സമയത്താണ് റയൽ അവരുടെ ക്വാളിറ്റി കാണിച്ചതെന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർവഹാൽ കുറച്ച് മോശമായിട്ട് തോന്നിയെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റിൽ ആ ഗോൾ അടിച്ചു. അതുമാത്രമല്ല, ആ ഗോളിനെ പറ്റി പറയുമ്പോൾ അതവർ എനിക്ക് തോന്നുന്നു ട്രെയിനിങ് ഗ്രൗണ്ടിൽ സ്ഥിരം ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം അതുപോലെ തന്നെ വീണ്ടും ഒരു എഫേർട്ട് നാച്ചോടെ വന്നുണ്ടായി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയലിൻ്റെ പ്ലേയേഴ്സിൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് തോന്നിയ കമവിംഗയുടെ കളിയാണ്. കമവിംഗ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട, ആ ഒരു അസിസ്റ്റ് അതിങ്ങനെ വീണ് കിട്ടിയൊരു സംഭവമാണ്. പിന്നെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല. റോഡ്രിഗോ ആണെങ്കിലും കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല. പിന്നെ റൂഡിഗർ സെറ്റ് കളിയായിരുന്നു. അതുപോലെ തന്നെ കോട്ടുവ നല്ല കളിയായിരുന്നു. ഇപ്പോൾ വൈ കോട്ടുവ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ലുനിന് ചാൻസ് കൊടുക്കണം എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷേ വൈ കോട്ടുവ എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ മത്സരത്തിൽ പ്രൂവ് ചെയ്തു. ആളുടെ ഹൈറ്റൊക്കെ ആണെങ്കിൽ ചില സമയത്ത് പറഞ്ഞ പോലെ കോർണർ വരുമ്പോൾ ചാടി പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ചില പാസുകളൊക്കെ നല്ല നല്ല രീതിയിലാണ് പുള്ളി പ്ലേയിങ് ഔട്ട് ഫ്രം ദി ബാക്ക് ആണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. കോട്ടുവയുടെ ഭാഗത്തു നിന്ന് ഒരു 10 out of 10 പെർഫോമൻസ് ആയിരുന്നു. ക്രൂസ് വിടവാങ്ങൽ അവിസ്മരണീയമാക്കിയ ഒരു അസിസ്റ്റും കിട്ടി. അതുപോലെ കിടിലൻ പെർഫോമൻസാണ് ക്രൂസും കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ തീർച്ചയായും ഡിസ്കഷനൊക്കെ നെക്സ്റ്റ് ബാലൻഡിയോർ ആരാണെന്നുള്ളതാണ്. തീർച്ചയായും അതൊരു റയൽ മാഡ്രിഡ് പ്ലെയറിനെ കിട്ടുള്ളൂ, വിഷ്യസ് അല്ലെങ്കിൽ ബെല്ലിംഗ്. അപ്പോൾ എന്തായാലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ആഞ്ചലോട്ടിക്ക് സംഘത്തിനും ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ റയൽ മാഡ്രിഡ് ഹിസ്റ്ററി എന്ന് പറയാം. 3 ട്രോഫികൾ സ്വന്തമാക്കാൻ സാധിച്ചു. മാത്രമല്ല ലീഗിൽ കിടിലൻ പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ഒരു മത്സരം പോലും തോറ്റില്ല.
അപ്പോൾ അങ്ങനെ ഒരു അവിസ്മരണീയ സീസണാണ് അവസാനമായത്. 10-30 ഇഞ്ചുറികൾ ഉണ്ടായിരുന്നു, ACL ഇഞ്ചുറികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്ത് വളരെ മികച്ചൊരു സീസൺ ആഞ്ചലോട്ടിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ വാട്ട് ഡു യു ഗായ്സ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.